Success? Good. Come on, come on. Come on, Robert. Come on, come on. Sit down. Good. എനിക്കറിയാം നിനക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന് മാത്രം. ഓ, come on. Let us have some drinks. Come on, cheers. Yes. Cheers. പ്രസാദം ഇതോടെ ചേട്ടാ. ഞാൻ തൊട്ടല്ലോ. ഈ ചേട്ടനൊന്നും അറിഞ്ഞൂടാ. ഇത് വേറെ അത് വേറെ. ഇത് രക്തപുഷ്പാഞ്ജലിയുടേതാ. ചേട്ടന്റെ ശത്രു സംഹാരത്തിന് അമ്മയുടെ വഴിപാടാ. കൊള്ളാം. എങ്കിൽ എന്നെ വെടിവെച്ചോ ഇപ്പൊ കിടന്ന് പിടയ്ക്കായിരിക്കും. നീ കളിയാക്കൊന്നും വേണ്ട. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഫലിക്കും. Yes, ജയദേവൻ ഹിയർ. സാർ, ഞാൻ സബിതയാണ്. എന്താ സബിത? നാളെ എന്റെ ബർത്ത്ഡേ ആണ് സാർ. തീർച്ചയായും വരണം. തീർച്ചയായും വരാം. വരാം. ആരാ മോനെ? അതാ സബിതയാണമ്മേ, എന്റെ അസിസ്റ്റന്റ്. അന്ന് എന്നെ അടുത്ത് വെടിവെച്ചപ്പോ രക്ഷിച്ച പെണ്ണ്. അവളുടെ ബർത്ത്ഡേക്ക് ചെല്ലണമെന്ന്. ജയദേവൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ജയദേവൻ, നിന്നെ ഇന്ന് ഞാൻ ശരിക്കും കുടുക്കിയടാ, ശരിക്കും കുടുക്കി. മിസ്റ്റർ റോബർട്ട്, ഇന്ന് നമുക്ക് ആഘോഷമാണ്. ശത്രു സംഹാരത്തിന്റെ. ഇനിയും എത്രയോ ആഘോഷങ്ങൾ കിടക്കുന്നു. നിനക്കാണ് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ്. ജയദേവൻ, 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 ജയദേവൻ. ഞാൻ ഈ കോടതിയിൽ സത്യം ബോധിപ്പിച്ചുകൊള്ളാമെന്ന് ഈ വേദഗ്രന്ഥം തൊട്ട് സത്യം ചെയ്യുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് കോടതിയിൽ ബോധിപ്പിക്കാം. ജയദേവൻ സാറിനെ ഞാൻ പിറന്നാളിന് വിളിച്ചു. അദ്ദേഹം സമ്മാനങ്ങളുമായി നേരത്തെ എത്തി. എന്റെ അടുത്തിരുന്ന് പലതും സംസാരിച്ചു. ആദ്യം എനിക്കൊന്നും തോന്നിയില്ല. പിന്നീടാണ് അദ്ദേഹം എന്നെ കയറി പിടിച്ചതും ബലാത്സംഗത്തിന് ശ്രമിച്ചതും. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു. അത് കേട്ട് ഓടി വന്ന എന്റെ ബന്ധുവായ പ്രസാദിനെ അദ്ദേഹം വെടിവെച്ചു കൊന്നു. ഇത് പച്ചക്കള്ളമാണ് സാർ. മൈ ലോർഡ്, ഐ വാണ്ട് ടു ക്രോസ് എക്സാമിൻ. പ്രൊസീഡ്. ഇതിനു മുമ്പും ഇത്തരം സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ സംഭവ ദിവസം അദ്ദേഹം മദ്യപിച്ചിരുന്നു. സ്ഥലകാല ബോധമില്ലാതെ സംസാരിച്ചിരുന്നു.
നോട്ടത്തിൽ പോലും ഒരു സ്ത്രീ ലംബടന്റെ ആർത്തിയായിരുന്നു. ഇത് കള്ളമാണ് സാർ. ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല. ആരോ കരുതി കൂട്ടി എന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. സഹോദരിയോടെന്ന പോലെ പെരുമാറി വിശ്വാസം പിടിച്ചുപറ്റി വിഷയാസക്തിക്ക് ഇരയാക്കുകയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ പ്രതി വിശ്വാസവഞ്ചന, ബലാത്സംഗ ശ്രമം, കൊലപാതകം എന്നീ 3 കുറ്റങ്ങൾക്ക് ശിക്ഷാർഹനാണ്. ഇവിടെ സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്ക് പ്രതികൂലമാണ്. എങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുറ്റം കുറ്റമല്ലാതാകുന്നില്ല. അതിനാൽ പ്രതിക്ക് 5 കൊല്ലത്തെ തടവ് ശിക്ഷ വിധിക്കുന്നു. ശരി, പോയിട്ട് വരൂ. എന്റെ മോനെ, ജയദേവൻ ഒരു വലിയ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്നെന്തായി? ജയിലിലായില്ലേ? സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ അറിയാത്ത നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇന്നൊരു കൊലപാതകയാണ്. പക്ഷേ ആത്മാർത്ഥതയ്ക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പാവം പിടിച്ച് നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇനി ആര് നോക്കും? ഞാൻ നോക്കും ഡാർലിംഗ്. ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. Come on, let's enjoy. Come on, darling. Come. ആരാത്? നീ ആരാണ്? ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ കഥവ് തുറക്കില്ല. അലടി. ഇല്ല. തുറന്നില്ലെങ്കിൽ ചവിട്ടി പിടിക്കണം. ജയിലിലേക്ക് നീ ആരാണ്? പബ്ലിക് നീ ആരാണ്? പ്രോസിക്യൂട്ടറുടെ അമ്മയും പെങ്ങളും. വേഗം വേഗം വരൂ.
അവർക്ക് നല്ല സുഖമായി. പക്ഷെ അവരുടെ കഴിഞ്ഞകാല സംഭവങ്ങളെപ്പറ്റി അവർക്ക് ഒരിക്കലും ഓർമ്മിക്കാനാവില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയും വരും. എന്തായാലും ഡോക്ടർ അവരുടെ ജീവൻ രക്ഷിച്ചല്ലോ, അത് മതി. ഈ സഹായത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. സോൾ റൈറ്റ്. താങ്ക് യു ഡോക്ടർ. വരൂ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇതുവരെ ട്രാൻസ്ഫർ ആയി പോയ സ്ഥലത്തെല്ലാം ഞാൻ തനിച്ചാണ് പോയത്. ഇന്ന് എന്റെ കൂടെ നീയുണ്ട്. കമാൺ. ഇതാണ് എന്റെ വീട്. ഒരു ഫോറസ്റ്റ് ഓഫീസറായി എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ക്വാർട്ടേഴ്സ്. ഇത് നിന്റെ വീടാണ്. ഇവിടെ നിനക്ക് സകല സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഒന്നും ഭയപ്പെടാനില്ല. ഒരു